അമേരിക്കയുടെ മണ്ണിലേക്ക് അത് വലിച്ചെറിയാൻ കാലമായി. അമേരിക്ക വിജയിച്ചു. സ്തോത്രം. ഇസ്രയേൽ എന്ന അത്തി തളിർത്തപ്പോൾ അതിൻ്റെ കൂടെ പല രാഷ്ട്രങ്ങളും തളിർത്തു തുടങ്ങി. ഇതാ ഇസ്രയേലിന്റെ പൂർണ്ണമായ മടങ്ങി വരവ്. അവൻ മടങ്ങി വരുന്നത് മൂന്നാം ലോക മഹായുദ്ധം. 905 ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധമായിരുന്നു റഷ്യ എന്ത് ചെയ്തു? ജപ്പാനുമായിട്ട് അടികൂടി. ജപ്പാൻ അവരെ തകർത്തിക്കളഞ്ഞു. റൂസോ ജപ്പാൻ വാർ നമ്പർ 1. 914 മുതൽ 17 വരെ ഒന്നാം ലോക മഹായുദ്ധം. ഇന്നലെ ഞാൻ വരച്ചു കാട്ടി. ഇവിടെ പഠിക്കുന്ന ചെറുപ്പക്കാർ, പെൺകുട്ടികളെല്ലാം നോട്ട് ചെയ്യണം. ബാൽഫോർഡ് ഡിക്ലറേഷനാ ഇസ്രയേലിനെ കൊണ്ടുവന്ന PSCക്ക് വരും. 917 ഇനി ഒരു യുദ്ധം വേണ്ടെന്നും പറഞ്ഞ് ഒരുവൻ വന്നു. അവൻ്റെ പേര് ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാഷ്ട്ര സംഘടന. അത് മാറി 39 മുതൽ 45 വരെ വന്നു രണ്ടാം ലോക മഹായുദ്ധം. ഇതാ ഇസ്രയേലിന്റെ പൂർണ്ണമായ മടങ്ങി വരവ്. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യം 1517 മുതൽ 400 വർഷം പലസ്തീൻ്റെ ഭരണ ഒട്ടോമൻ ചക്രവർത്തിമാരില്ല. ഏഷ്യാനെറ്റ് ചർച്ച ചെയ്യുന്നവർക്കൊന്നും ഇതറിയത്തില്ല. ഒട്ടോമൻ ചക്രവർത്തിമാരോട് യെരുശലേംകാരെല്ലാം കൂടെ ചെന്ന് പറഞ്ഞ്, സാറേ ഞങ്ങൾ ചിതറിക്കിടക്കുക, ഒരു 5 സെൻറ്റ് ഭൂമിയെങ്കിൽ ലൈബിഷ് തരാൻ. അന്ന് തുർക്കിയിലെ ഒട്ടോമൻ എംപയർ പറഞ്ഞെന്തറിയോ? നൈൽ നദിയിലെ വെള്ളം കറങ്ങി കറങ്ങി യെരുശലേം കുന്നി വരുമ്പോൾ നിനക്ക് രാജ്യം തരാമെന്ന് പരിഹസിച്ചെന്ന്. സ്തോത്രം. ആ സമയത്ത് ഒരു വെടി പോലും വെക്കാതെ 917 അവർ ആദ്യമായി അത്തിച്ചെടി കുഴിച്ചു വെച്ചു. രാഷ്ട്രം കിട്ടിയില്ല, തലസ്ഥാനം കിട്ടിയില്ല. ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ. ലോകം 2 ചേരിയിൽ ദൈവത്തിൻ്റെ കരം. 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം. ഇതിൻ്റെ പ്രത്യേകത ബൈബിളും കർത്താവിൻ്റെ വരവ് കേട്ടോണ്. 39 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം. അത് ജപ്പാൻ ഒരു ചേരിയിൽ, അതിൻ്റെ കൂടെ ചില യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ, മറ്റേടത്ത് അമേരിക്കയും ജപ്പാനുമായി ഭയങ്കരമായ യുദ്ധം. നല്ല ടെക്നോളജി ഉള്ള രാഷ്ട്രമായ ജപ്പാൻ വിജയിക്കുമെന്ന് പലരും പറഞ്ഞു. അന്ന് അമേരിക്കയിൽ ഒരു പരീക്ഷണശാലയുണ്ട്. ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ. പരീക്ഷണശാലയുടെ പ്രത്യേകത ചിക്കാഗോ യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു യഹൂദന്റെ നിരീശ്വരവാദി ഉണ്ട്. അവൻ്റെ പേരാണ് ഡിക്കോ ഫെർമി. അവൻ്റെ ആഗ്രഹം ആറ്റം വിഭജിക്കണം. ആറ്റത്തിൻ്റെ 3 ഘടകം കേട്ടോണേ. ഒരു പദാർത്ഥത്തിൻ്റെ ചെറിയ അംശമാണ് ആറ്റം. ആറ്റത്തിൻ്റെ 3 ഘടകം. ആറ്റത്തിൻ്റെ 3 ഘടകം പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. 40 80 ശാസ്ത്രജ്ഞന്മാർ രാവിലെ വൈകിട്ട് പരീക്ഷണമാണ് ആറ്റം വിഭജിക്കാൻ. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ്, ബൈബിളും ചരിത്രവും, ഹാരി എസ് ട്രൂമാൻ, അദ്ദേഹം ഈ യഹൂദ ശാസ്ത്രജ്ഞനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, താമസം വിന നമ്മൾ തകരും. നമ്മുടെ എതിർകക്ഷികളായ ജപ്പാന്റെ കയ്യിൽ ആറ്റം ബോംബുണ്ട്. അമേരിക്കയുടെ മണ്ണിലേക്ക് അത് വലിച്ചെറിയാൻ കാലമായി. അങ്ങനെയെങ്കിൽ ആറ്റം ബോംബ് ഡിവൈഡ് ചെയ്യണം. ആ സമയത്ത് യവനുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ചു. രക്ഷയില്ല. യഹൂദന. അവൻ്റെ പിൻപിൽ സ്വർഗം ഒരു വഴി തുറന്നു. അവനോട് പറഞ്ഞു, പണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ സമുദ്രത്തിൽ കൂടെ ഗ്രനേഡിനെ കടത്തിവിട്ടത് ബൈബിൾ വചനമെടുത്തത് കൊണ്ട് അന്ന് ഇവനൊരു പരിപാടി ചെയ്തു. പകൽ പരീക്ഷണശാലയിൽ പോയില്ല. ചിയാം വൈസ്മാനെ ഓർത്തിട്ട് കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്തിട്ട് ആറ്റത്തെ എങ്ങനെ വിഘടിക്കാൻ പറ്റുമെന്ന് നോക്കി. ഒരു നിരീശ്വരവാദിയ. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി അവൻ ബൈബിൾ തുറന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം നിരീശ്വരവാദിയുടെ കണ്ണ് തുറപ്പിക്കുവാൻ അവൻ്റെ കരങ്ങൾ പത്രോസ്ലീഗയുടെ ലേഖനത്തിലേക്ക് കൊണ്ടുവന്നു. അന്ന് അവനെ കൊണ്ട് ദൈവം ഒരു വാക്ക് വായിപ്പിച്ചു. ഏതാ വാക്ക് വായിച്ചത്? ഇസ്രയേലിൻ്റെ മടങ്ങി വരവ്. പത്രോസ്ലീഗയുടെ ലേഖനവും വായിക്കാൻ മോനെ. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ആറ്റം പൊട്ടുമോ? 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചട്ടെ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലയോ, മെസ്സേജും വാട്സപ്പും അടിച്ചിട്ടൊന്നുമല്ല കർത്താവ് വരുന്നത്. സമയത്തിലും അസമയത്തിലും നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. മിണ്ടുന്നില്ല സഹോദരിമാർ. 10 കന്യകമാർ വല്ലതും കേട്ടിട്ടുണ്ടോ? സൺഡേ സ്കൂളിലെങ്കിലും മനസ്സിലാക്കണം. 5 പേര് നമ്മുടെ എമർജൻസി ബാറ്ററി സ്റ്റോർ ചെയ്യുന്ന പോലെ എണ്ണയൊക്കെ നേരത്തെ മേടിച്ചു വെച്ച് ശരിയാക്കി. ബാക്കി 5 പേര് കുഴപ്പം കാണിച്ചു. തൽക്കാലത്തേക്ക് മേടിച്ചു വെച്ച് രാത്രിയായപ്പോൾ വിളക്കം മങ്ങിപ്പോയി. അടുത്ത എണ്ണ മേടിക്കാൻ നെയ്യാറ്റിൻകര പോയപ്പം കർത്താവ് വരികയും ചെയ്തു. സ്തോത്രം. അതുകൊണ്ട് ആ പണ്ടത്തെ കാലത്ത് അപ്പച്ചന്മാർ പാടും, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. സന്തോഷമില്ലല്ലോ. ഇതൊക്കെ പഴയ കാലത്ത് ഏറ്റവും വലിയ ആശയങ്ങളാണ്. അതുപോലെ കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ സമയത്തിലും അസമയത്തിലും നാം കാഹളത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. സ്തോത്രം.
അങ്ങനെയെങ്കിൽ ആ ദിവസത്തിന്റെ പ്രത്യേകത ദ ഡേ ഓഫ് ലോർഡ്. ഇംഗ്ലീഷിൽ വി ആർ ഡിസ്ക്രൈബ് ദാറ്റ് പാറ്റേൺ ദ ഡേ ഓഫ് ലോർഡ്. വായിച്ചാട്ട് മോനെ അടുത്ത വാക്യം വായിക്കാം. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഈ കാണുന്ന ആകാശം ഞാൻ പറയുന്ന 7 തട്ടുകളും അങ്ങ് പോകുമെന്ന്. അതിന്റെ പ്രത്യേകത സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറും അയണോസ്ഫിയറും മെസോസ്ഫിയറും തെർമോസ്ഫിയറും ഒക്കെ പോകും. അടുത്തൊരു വാക്യമാണ് ഒരു നിരീശ്വരവാദിയെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്ന് അടുത്ത വായിച്ചാട്ട്. മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകിയും. The small portion of a solid. ഇംഗ്ലീഷ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. A small portion of a solid. That means we are saying in physics and chemistry, that means atom. ഒരു പദാർത്ഥത്തിന്റെ ചെറിയ കണിക ആറ്റം. അതാ പറഞ്ഞ പത്രോസ്ലീഹ പറഞ്ഞ് മൂലപദാർത്ഥം കത്തും. അതിന്റെ അർത്ഥം ആറ്റം പൊട്ടുവെന്ന സ്വോത്രം. അങ്ങനെ പൊട്ടിയാൽ അടുത്തത് ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും കിടക്കുന്ന മതി. ഈ വാക്യം വായിച്ചപ്പോൾ നിരീശ്വരവാദിയായ ടിക്കോ ബർമയുടെ അകത്തൊരു കാര്യം പിടികിട്ടി. ആറ്റം പൊട്ടുമെന്ന് അവന്റെ മനസ്സിനകത്ത്. നിരീശ്വരവാദിയ കർത്താവില്ലെന്ന് വിശ്വസിക്കുന്നവർ അവ ഈ പത്രോസ്ലീഹയുടെ ലേഖനം വായിച്ചിട്ട് ഒറ്റ കാര്യം അവ ഓടി. എവിടാ? വൈകിട്ട് പരീക്ഷശാലയിൽ ചെന്ന് എല്ലാവർക്കും വിളിച്ചു. ഓടി വരണം ആറ്റം പൊട്ടിക്കാൻ പരിപാടി. അന്ന് പകൽ ഡ്യൂട്ടി ഉണ്ടാകുന്ന ഒന്നിനെയും വിട്ടില്ല. 40 80 ശാസ്ത്രജ്ഞന്മാരെ കൂട്ടി രാത്രി ചിക്കാഗോ യൂണിവേഴ്സിറ്റി പരീക്ഷണം. ഒരു കാര്യം ചെയ്തു, ചെറുപ്പക്കാർ കേൾക്കണം. ആറ്റം എങ്ങനെ എക്സ്പ്ലോയിഡ് ചെയ്തു പറയാം. ആറ്റത്തിനകത്ത് 2 ഘടകം ചേർത്തു, പ്രോട്ടോണും ന്യൂട്രോണും. ഇലക്ട്രോഡ് മാറ്റി, കാതോഡിക് സപ്ലൈ വിത്ത് ഇലക്ട്രിക്. കാതോഡ് വഴി ഇലക്ട്രിക് കൊടുത്തു. ബാറ്ററി ചാർജർ. യഹോവ സാക്ഷികളുടെ ചെറുപ്പക്കാർ കഴിഞ്ഞ ദിവസം ടിഫിൻ ബോക്സിനകത്തിരുന്ന് ഞെക്കിയതുപോലെ കാതോഡിക് ട്രാൻസ്മിഷൻ കൊടുത്തു. എവിടെ കൊടുത്തെന്നറിയാമോ? പരീക്ഷണശാലയിൽ. യവൻ അറിയത്തില്ല. ആറ്റം അങ്ങ് പൊട്ടിത്തെറിച്ചു. പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രിക് കറണ്ടോട്. 80 പേരാ ശാസ്ത്രജ്ഞന്മാർ അവിടെ. 40 പേർ തീ കത്തി അവിടെ തന്നെ വീണു. 40 പേർ ജീവനും കൊണ്ട് പുറത്തിയാടി. അതിന്റെ കൂട്ടത്തിനകത്ത് ബൈബിളുമായിട്ട് പരീക്ഷണശാലയിൽ പോയവൻ ഒറ്റ ചാട്ട്. ആംബുലൻസ് വരുമ്പോൾ അവൻ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ശാസ്ത്രം തോറ്റു, ബൈബിൾ ജയിച്ചു. ഈ പുസ്തകത്തിനകത്ത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച പ്രവചനം എന്താ നിവർത്തിയായി. ആറ്റം പൊട്ടുമെന്ന്. ആരോ? പത്രോസ്ലീഹ. അവൻ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പോയിട്ടില്ല മക്കള്. കേരള യൂണിവേഴ്സിറ്റി ബിരുദത്തിന് പോയിട്ടില്ല. അവനൊരു PhD എടുത്തിട്ടില്ല. പക്ഷേ പടകും വലയും വിട്ട് ദൈവസന്നിധിയിൽ ഇറങ്ങിയപ്പോൾ ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്ക് അവൻ ഗന്നസരേത്തിന്റെ തടാകത്തിൽ മനുഷ്യനെ പിടിക്കുന്നവനാക്കുക. നാഥന്റെ വാക്കിന് മുൻപിൽ പടകും വലയും വിട്ട് അമരക്കാരനായി നാഥന് പ്ലാറ്റ്ഫോം കൊടുത്തപ്പോൾ ലോകത്തിന്റെ കെമിസ്ട്രിയെ എഴുതുവാ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തെങ്കിൽ ഇന്ന് രാത്രി പറയണ അവൻ ആർക്കും കടക്കാരനല്ല. ഇന്ന് രാത്രി നിന്റെ PhD അല്ല വലുത്, നിന്റെ ഡോക്ടറേറ്റ് അല്ല വലുത്. അവൻ പത്രോസ് ചെയ്ത ഒറ്റ കാര്യമുള്ളു. അവന്റെ പടക് കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തു. ഈ കൺവെൻഷന്റെ 2ാമത് രാത്രി നിന്റെ ജീവിതമാകുന്ന പടക്, നിന്റെ ഹൃദയമാകുന്ന പടക് എന്റെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്താൽ ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കാൻ എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വിട്ടുകൊടുത്തവന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിയപ്പോൾ പെന്തക്കോസ് പെരുന്നാൾ അവന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ അതേ കടലിനകത്ത് ഇറക്കുവാൻ കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വചനത്തിന്റെ ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. യേശു പറഞ്ഞു, നാഥന്റെ വാക്കിന് മുൻപിൽ ഗലീലയുടെ കടലിനകത്ത് വലയിറക്കിയവന്റെ പടകിനകത്ത് മീൻ നിറച്ചതുപോലെ പിന്നത്തതിൽ അവന്റെ പ്രസംഗത്തിൽ 3000 പേരെ സ്വർഗീയ സന്നിധിയിൽ അടുപ്പിക്കുക പത്രോസിന്റെ പടകിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? പടകും വലയും വിട്ട് അനുഗമിച്ചു. അവനെ തിരുവചനത്തിൽ 2 ലേഖനം എഴുതി. അതിലാ ആറ്റം ബോംബ് ഉണ്ടാക്കിയത്. ബാക്കി കേട്ടോണം. ആറ്റം ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാനോട് പറഞ്ഞു, സാറേ ഞാൻ ആറ്റം ബോംബെല്ലാം ഡിഫൈൻ ചെയ്തു, എടുക്കാൻ പറഞ്ഞു. കേട്ടോണേ, 1945 ഓഗസ്റ്റ് 6-8 2 വിമാനം. 1ാമത്തെ വിമാനം എനാഗുള, അതിനകത്ത് ഒരാറ്റം ബോംബ് ലിറ്റിൽ ബോയ്. 2 ഓഗസ്റ്റ് 8-ാം തീയതി 2ാമത്തെ വിമാനം ബോക്സ് കാർ, ബൈബിളും പ്രവചനവും. അതിനകത്ത് പ്ലൂട്ടോണിയം ബോംബ്. ഹിരോഷിമ നാഗസാക്കി. കരമുയർത്തുന്നവർക്കായി കേട്ട വല്ലവരും ഉണ്ടോ? സ്വോത്രം പത്രമൊക്കെ വായിക്കണം. ഹിരോഷിമ നാഗസാക്കി. അതിൻ്റെ പൂർണ്ണത അവസാന രാത്രി പറയുമ്പോൾ നിങ്ങൾ കരയുവിടുന്നത്. ഓഗസ്റ്റ് 6-8 രാവിലെ ഒരെണ്ണം ആകാശത്തിലേക്ക് കുഞ്ഞുങ്ങൾ കൊടയുമായിട്ട് പോയപ്പോൾ 9:30 ഹിരോഷിമയിൽ ഒരെണ്ണം വീണു. 80,000 പേരാ അന്ന് മരിച്ചത്. 8-ാം തീയതി 2ാമത്തതും വീണു. 70,000. 1.5 ലക്ഷം ജപ്പാൻകാർ മരിച്ചപ്പോൾ ഒരു കാര്യം നടന്നു. ജപ്പാൻ പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെട്ടു. 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക വിജയിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി കേൾക്കണം. അമേരിക്ക വിജയിച്ചപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ
ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ യഹൂദനാ നമ്മളെ ജയിപ്പിച്ചത്. അവനൊരു മറുപടിയോ ഒരു നൽബയോ കൊടുത്തില്ല. ടിക്കോ ഫെർമിയെ അമേരിക്കയിലെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു. ലോക ചരിത്രം ബൈബിൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മിസ്റ്റർ യഹൂദ ശാസ്ത്രജ്ഞ ടിക്കോ ഫെർമി, നീ ഒറ്റ ഒരുത്തനാ യുദ്ധം ജയിപ്പിച്ചത്, എന്തോ നിനക്ക് പ്രതിഫലം വേണം. അവനും ഇത് തന്നെ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയതൊരു കോളനിയാ 4 സെന്റ്, ഞങ്ങൾക്കൊരു രാജ്യമില്ല. പക്ഷേ 2ാം ലോക മഹായുദ്ധത്തിൽ ഞങ്ങൾ ജയിപ്പിക്കാൻ നിങ്ങളുടെ കൂടെ നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്രയേൽ ദേശം ഞങ്ങൾക്ക് തരണം. സ്വത്രം. അന്ന് നിങ്ങൾ മനസ്സിലാക്കണം, യഹൂദന് പൂർണ്ണമായിട്ട് കിട്ടിയില്ല. തുർക്കി ഇപ്പോഴും അധീനത്തെ ജമ്മു കാശ്മീർ പോലെ കിടക്കുക. പക്ഷേ 1948 ഏപ്രിൽ 14 പെസഹ വ്യാഴം ദൈവത്തെ അനുകൂലമായി രക്തചന്ദ്രനെ കാണിച്ചു. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ അബ്രഹാം കാൽ ചവിട്ടിയ ദേശത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു, കരമുയർത്തുന്നവർക്കായി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ബൈബിളും പ്രവചനവും. ഇന്ന് രാത്രി അതിന് ഒരു പ്രത്യേകതയോടെ പറയാം. അതാ ഇന്നലെ പൗലോസ് പറഞ്ഞ അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. അപ്പം നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതെന്ന 47 സ്വത്രം. അതിൻ്റെ കൂടെ പാകിസ്ഥാൻ. ഇസ്രയേൽ എന്ന അത്തി തളിർത്തപ്പോൾ അതിൻ്റെ കൂടെ പല രാഷ്ട്രങ്ങളും തളിർത്തു തുടങ്ങി. കരമുയർത്തുന്നവർക്കായി അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി. അവരുടെ അംഗീകാരം, മരിച്ചവരുടെ ഉയർപ്പ്. ഇനിയുള്ള കാര്യങ്ങൾ അന്തിമയുദ്ധം. 48 മെയ് 14 ഈ രാഷ്ട്രം ഫലസ്തീൻ്റെ കയ്യിൽ നിന്നും അതുപോലെ അറബ് ലീഗിൻ്റെ കയ്യിൽ നിന്നും അമേരിക്ക പതിച്ചു കൊടുക്കുമ്പോൾ ഇസ്രയേൽ 20,750 കിലോമീറ്റർ. കേട്ടോണേ, അതിൻ്റെ നടുവിൽ 671 കിലോമീറ്റർ ഒരു കുഴപ്പം പിടിച്ച സ്ഥലം കിടപ്പുണ്ട്. അതിൻ്റെ പേര് ഈസ്റ്റ് ജെറുസലേം. അന്തിമയുദ്ധം. ഇതിനോട് ചേർന്ന് 6,750 കിലോമീറ്റർ ഒരുവൻ കിടപ്പുണ്ട്. പലസ്തീൻ, റമല്ല, റാഫ. അതിനോട് ചേർന്ന് ജാഫ്ലിയ, ഇതാ വെസ്റ്റ് ബാങ്ക്. ഇതാണ് പലസ്തീൻ്റെ പട്ടണങ്ങൾ. ഇസ്രായേലിൻ്റെ ഒരു ബോർഡർ. അതിനോട് ചേർന്ന് മെഡിറ്ററേനിയൻ കടൽ. അവിടെ 340 കിലോമീറ്റർ മറ്റൊരുവൻ കിടക്കുന്നു, ഗാസ. ആ ഗാസയാ ശിംശോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ഗാസ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 340 കിലോമീറ്റർ, 23 ലക്ഷം ജനം കിടക്കുന്ന ഗാസ. ഇന്നത്തെ പത്രം വായിച്ചവർക്കും അറിയാം, യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു 17,000 കൊന്നിട്ട് നിന്റെ കൊലവിളി തീരുന്നില്ലയോ? ഇസ്രായേൽ പറഞ്ഞു നടക്കത്തില്ല. ഞങ്ങളൊരു പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അന്തിമ യുദ്ധം വരാൻ പോകുന്നത് ജെറുസലേമിലേക്ക്. ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ മിണ്ടുന്നില്ല പെന്തിക്കോസുകാർ. രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് കൈതുവായെങ്കിൽ അവരെ അംഗീകരിച്ചു. ഈ ഭാഗം കേൾക്കണം. 48 മെയ് 14 രാഷ്ട്രം കിട്ടി. 1-ാം ലോക മഹായുദ്ധം ഒരു സംഘടന വന്നു, ലീഗ് ഓഫ് നേഷൻസ്. 2-ാം ലോക മഹായുദ്ധം ഒരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. ഇന്നുമുണ്ട് സ്വത്രം. UN. ആ UN വന്നപ്പോഴേ അന്ന് ഇസ്രായേലിനകത്ത് വെറും 3 ലക്ഷം പേരേ ഉള്ളു ദൈവദാസന്മാർ. യവൻ നമ്മളിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തപോലെ UN കൊണ്ടൊരു നിവേദനം കൊടുത്ത് ഞങ്ങളെയും കൂടെ നിങ്ങളുടെ കൂട്ടിലിരുത്തണമെന്ന്. ജനിച്ചിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. 48 ജനിച്ചത്. 49 കൊണ്ട് കൊടുത്തേക്കുക ബെൻഗൂറിയൻ. അന്ന് അമേരിക്കക്കാരെ UN പറഞ്ഞവൻ കുഴപ്പക്കാരനാ ഇസ്രായേൽ, കയറ്റരുത്. അന്ന് ആരാ ഭയങ്കര ദൈവപ്രവൃത്തി എന്ന് വെളിപ്പെട്ടു. 7 ലക്ഷം പേരുണ്ടെങ്കിൽ UN-നകത്ത് അംഗത്വം കിട്ടണം. ഒറ്റ ഭാഷമാർ ഇത് പറയത്തില്ല. അന്ന് റഷ്യയിലെ അർമീനിയയിൽ ഒരു 4 ലക്ഷം പേര് റഷ്യക്കാർ കിടപ്പുണ്ട്, വീടും കൂടുമില്ലാതെ. ഇസ്രായേൽ പറഞ്ഞ് പെരിയ ഇങ്ങോട്ട് പോരെ, നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ ചാടുന്ന പോലെ അങ്ങോട്ട് കയറി. സ്വത്രം. 7 ലക്ഷം പേരെ സെൻസസ് എടുത്തപ്പോൾ റഷ്യക്കാരോട് ഇസ്രായേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ 4 ലക്ഷം പേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ UN-നകത്ത് കൈയൊന്ന് ഉയർത്തിയേക്കണേന്ന്. സ്വത്രം. UN അവൻ ആപ്ലിക്കേഷൻ കൊടുത്ത്. അമേരിക്ക പറഞ്ഞവനെ കയറ്റരുത്, അവൻ എപ്പോഴും കുഴപ്പക്കാരനാ. അപ്പം റഷ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, 4 ലക്ഷത്തിന് അക്കരെ കൊണ്ടുപോയതില് അവനും കൂടെ ഇരിക്കട്ടെ. കരമുയർത്തുന്നവർക്കായി അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ UN അവരെ അംഗീകരിച്ചത് ഈ തലമുറയിൽ മരിച്ചവർ ഉയർക്കാറായി. സ്വത്രം. ഇനി പറഞ്ഞോണം, മനുഷ്യന്റെ ആയുസ് എത്ര? പ്രതികൂസാർ മിണ്ടുന്നില്ലല്ലോ, ശവപ്പെട്ടി വേണം ഇല്ലയോ? സ്വത്രം. പോയേ പറ്റൂ. മനുഷ്യന്റെ ആയുസ് 48 കൂട്ടണം. 70 ഏറെയായാൽ 80. 48 70 കൊണ്ട് കൂട്ടിയ എത്ര? 2018. ഇപ്പം ഇസ്രായേൽ എന്ന ഇസ്രായേൽ സ്വാതന്ത്ര്യമായിട്ട് 2021. ഒരു 80 ആകുമ്പോൾ 2028.
അപ്പം 80 കൊണ്ട് തീരുമോ? സഖാവ് VS കണ്ടില്ലേ, സെഞ്ചുറി അടിച്ചിട്ട് ദാ ഇപ്പോഴും ഇരിക്കുന്നു. സ്വോത്രം. അപ്പോൾ അത് 80 കൊണ്ട് തീരത്തില്ല, 100. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ പ്രസംഗിച്ചപ്പോൾ ഈ രണ്ടാമത്, ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയത്തില്ല, എല്ലാം എൻ്റെ സ്നേഹിതരാണ്. ഞാൻ ഈ രണ്ടാമത് ഈ പുള്ളി VS ഭരണത്തിൽ വരാൻ കാര്യം റെഡിയാക്കിയപ്പോൾ എല്ലാവരും പാലം വലിച്ചു. അന്ന് പുള്ളി ആരോണ്ടോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ്റെ എല്ലാം പരിപ്പോടെ തിന്നിട്ടേ ഞാൻ പോകത്തോളം. സ്വോത്രം. ആ ഭരണത്തെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും പോയി. ഞാൻ സന്തോഷം, ആരെയും കുറ്റം പറയല്ലോ. സഖാവ് കോടിയേരി പോയി, കഴിഞ്ഞ ദിവസം കാനൻ രാജേട്ടൻ പോയി, അവരെല്ലാം പരിപ്പോടെയും ചായ തിന്നിട്ട് പുള്ളി പോകത്തുള്ളൂ. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി കേട്ടോണേ, 48-നെ 70 കൊണ്ട് കൂട്ടിയ 2018, ഇന്ന് 75ആയി. മോശയുടെ സങ്കീർത്തന പ്രകാരം 80. പക്ഷേ ഇനി ദൈവം ബോണസ് മുൻപോട്ട് തരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സജു ചാത്തന്നൂർ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? ഈ തലമുറയിൽ കർത്താവ് വരും. സ്വോത്രം. ബൈബിൾ പ്രവചനം, അതാ റോമാലേഖനം. അവരുടെ വംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഉയർക്കാറായി. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 49-ൽ യുണൈറ്റഡ് നേഷൻസിനകത്ത് ഇസ്രയേൽ വന്നു, രജിസ്റ്റർ ചെയ്തു. അമേരിക്ക പ്രതികൂലമായപ്പോഴും ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കി അവനെ കാത്ത ദൈവം. യഹൂദന്റെ നിലവിളി ഇന്നലെ അത് കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇനി ഈ സമൂഹം കേൾക്കണം. 1945 വളരെ ക്ലിയറായി. 1945 ഒരു സംഭവം നടന്നു. തിരുവല്ല വാരിക്കാട് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ പാസ്റ്റർ KE എബ്രഹാം സാർ അന്ന് ആദ്യമായിട്ട് പുള്ളി പ്രസംഗിച്ചു. തിരുവല്ല വാരിക്കാട് പ്രസംഗിച്ചു, ഇസ്രയേൽ മടങ്ങി വരും, അവർ രാജ്യമാകും. അന്ന് മലയാള മനോരമയുണ്ട്. ആ പത്രത്തിനകത്ത് അന്നത്തെ വാർത്തയുണ്ട്. എന്താ വാർത്ത? ജപ്പാൻ മുന്നേറുന്നു. രാവിലെ അന്നത്തെ കാലത്ത് ബസ്സൊന്നുമില്ല, ജീപ്പ് പിടിച്ച് ഈ കുമ്പനാട് പെയ്ത്തോമിലേക്ക് ചെന്നിട്ട് നാട്ടുകാരി ചോദിച്ച് അപ്പച്ച എന്തോ വൃത്തികേടായി പറഞ്ഞത് പത്രത്തിനകത്ത് വാർത്ത കിടക്കുന്നു, ജപ്പാൻ മുന്നേറുന്നു, അതുകൊണ്ട് അമേരിക്ക തകരുമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പ്രസംഗിച്ച ഭാഗം നിങ്ങൾ കേട്ടോ, എൻ്റെ കയ്യിലിരിക്കുന്നത് യഹോവയുടെ വചനമാ. ഇത് ക്ലിയർ ആകണമെങ്കിൽ പ്രസംഗിച്ച ഭാഗം കേൾക്കണം. വായിക്കാം. അന്ന് ഇന്നത്തെ IPC-കാർക്ക് ആ വാക്യം അറിയത്തില്ലല്ലോ, ഒന്ന് നോട്ട് ചെയ്തോ. എസെക്കിയേൽ പ്രവചനം 37:5-6 വാക്യങ്ങൾ. ഇന്നത്തെ അവർക്കതൊന്നും അറിയത്തില്ല. അന്ന് പാസ്റ്റർ KE എബ്രഹാം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ പ്രസിഡന്റ് തിരുവല്ല വാരിക്കാട്ട് മർത്തോമക്കാരെ CSI-ക്കാരെയും പെന്തക്കോസുകാരെ ഇടയ്ക്ക് ബൈബിൾ എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഈ യുദ്ധത്തിൽ യഹൂദൻ മടങ്ങി വരും, എന്നെങ്കിലേ ലോകം അവസാനിക്കത്തോളെന്ന്. സ്വോത്രം. എസെക്കിയേൽ 37:5-6 വായിച്ചാട്ട് മോളെ മോനെ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. കിടക്കുന്നു താഴ്വരയിലേക്ക് കൊണ്ടുപോയി തകർന്നു കിടക്കുന്ന അസ്ഥികൾ ലോകത്തിന്റെ 5 വൻകരകളിൽ കിടക്കുക. പാലും തേന് വഴിക കനാൻ ദേശത്ത് പോയി ഇന്ന് ചതുപ്പായി കിടക്കുന്ന അസ്ഥികൾ സ്വർഗം കൽപ്പിക്കുന്ന യഹോവയോട് എഴുതിക്കോളാൻ പറഞ്ഞു. വായിച്ചാട്ടെ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ഇസ്രായേൽ. അടുത്തത്, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് ലോകരാജ്യങ്ങൾ ചവിട്ടിമതിച്ച സ്ഥാനത്ത് ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെക്കും. അടുത്തത്, ശ്വാസം പിടിപ്പിച്ച് നിങ്ങളെ തോക്കുകൊണ്ട് പൊതിഞ്ഞ് ആരും നിങ്ങളെ തൊടാതെ ഇസ്രയേൽ ദേശം നിങ്ങളുടെ കരങ്ങളിൽ തരും, തോക്കുകൊണ്ട് പൊതിഞ്ഞ്. അടുത്ത ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇന്ന് രാത്രി ഇതാ പ്രവചനം. അന്ന് അപ്പച്ചൻ പ്രസംഗിച്ചത് ഇതാ, വായിക്കുന്നവൻ ഭാഗ്യവാൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മനോരമയോ മാതൃഭൂമിയോ എന്തോ പറയട്ടെ, അതല്ല എൻ്റെ കാര്യം. എൻ്റെ കയ്യിലിരിക്കുന്ന സ്വർഗത്തിലെ വചനമാ. ജപ്പാൻ എത്ര മുന്നേറിയാലും അതിൻ്റെ നടുവിൽ ഈ യുദ്ധത്തിൽ ഇസ്രയേൽ മടങ്ങി വരണം, എന്നെങ്കിലേ കാന്തന്റെ പ്രത്യക്ഷത ഈ തലമുറയിൽ നടക്കത്തുള്ളൂ. അങ്ങനെ പ്രവചനത്തിന്റെ ദൂത് പറയുന്ന അപ്പച്ചന്മാരുണ്ടായിരുന്നു. എത്ര ക്ലിയർ. ഇന്ന് രാത്രി കേട്ടോണേ, മടങ്ങി വരുമോ? എന്തിനു വേണ്ടി? ഒരു 3-ാം ലോകമഹായുദ്ധത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഇസ്രയേലിന്റെ പുറപ്പാടുകൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. 1-ാമത്തെ പുറപ്പാട്, അടിമ വീട്ടിൽ നിന്ന് അവന്റെ ബലമുള്ള കരം നമ്മളെ വഴി നടത്തി. നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും പറയണം. അങ്ങനെയെങ്കിൽ 2-ാമത്തെ ലോകമഹായുദ്ധത്തിൽ യഹൂദന് സ്വന്തം രാഷ്ട്രം കിട്ടും. എവിടുന്ന് അവൻ മടങ്ങി വരും? വൈക്കമോനെ യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 11-12. അതുകൊണ്ടാണ് ഞാൻ പറയാം, കറക്റ്റ് ബൈബിൾ ക്ലാസ് എടുക്കുന്നത് പോലെ ആയിരിക്കും പ്രസംഗം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 11-12 വാക്യം. കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ ചിതറിയ യഹൂദൻ, കർത്താവ് തന്റെ ജനം, നമ്മളല്ല, യഹൂദനാ തന്റെ ജനം. അവൻ സ്വന്തം ജനത്തെ കൈവിടുമോ? ഇല്ല. അതുകൊണ്ടാ തന്റെ ജനത്തെ. എവിടുന്ന് വായിക്കാം?
ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രയീമിൽ നിന്നും. അങ്ങനെ പതിയെ പതിയെ രാഷ്ട്രങ്ങൾ പറയാം. അശൂര്, സിറിയ, അടുത്ത് കഴിഞ്ഞിട്ട് പത്രോസിൽ നിന്നും സിറിയ, അത് കഴിഞ്ഞ് മിസ്രൈം, ഈജിപ്റ്റ്. കൂശിൽ നിന്നും. പത്രോസ് എന്ന് പറയുന്നത് ഏതെന്നറിയാം? ജോർദാന്റെ ഒരു ഭാഗം. ക്രൂസ് എന്ന് പറഞ്ഞത് എത്യോപ്യ. ഏലാമിൽ നിന്നും. ഏലാം ഇറാഖിന്റെ ഭാഗം. സിനാരിൽ നിന്നും. സിനാർ ബാഗ്ദാദിൽ നിന്ന്. ഹമാത്തിൽ നിന്നും. ഹമാത്ത് മസ്കറ്റിൽ കടന്ന യഹൂദന്മാരെ വരെ വണ്ടിയേറ്റി കൊണ്ടുപോയി. രണ്ടാം ലോകമഹായുദ്ധം. സംഭവം ചെറുതൊന്നുമല്ല. അടുത്തത് സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും. കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്നും കരമുയർത്തിയാട്ട് മട്ടാഞ്ചേരി ജൂതത്തെരുവിൽ കടന്നവന്മാർ വരെ 48 രാജ്യം കിട്ടിയപ്പം പതിയെ പോയി. സമുദ്രത്തിന്റെ തീരങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടം. ഈ വാക്യം അടിവരയിട്ടോണം. ഒന്നാം പ്രാവശ്യം ഇന്നലെ ഞാൻ പ്രസംഗിച്ചു. പുറപ്പാട് പുസ്തകം 3:14 വാക്യം. അവന്റെ ബലമുള്ള കരം നമ്മളെ അടിമ വീടായ ഇസ്രായേലിൽ പുറപ്പെടുവിച്ചെങ്കിൽ അത് ഒന്നാമത് കൈനീട്ടി. ഇത് രണ്ടാമത് കൈനീട്ടി. യഹൂദൻ മടങ്ങി വന്നു. മൂന്നാമത് അവൻ മടങ്ങി വരുന്നത് മൂന്നാം ലോകമഹായുദ്ധം. കിടക്കുന്നു. സ്വോത്രം. അതാ യേശു പറഞ്ഞു, ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അതിൻ്റെ ചാലുകളെ കോവിഡിൻ്റെ മറവിൽ തീർന്നില്ല. അടുത്തത് യെശയ്യാ പ്രവചനം. അന്ന് ഇവർ AD 70 ചെതറിപ്പോയി. കപ്പലിനകത്തും അതുപോലെ തന്നെ വള്ളത്തിനകത്തും ലോകരാജ്യങ്ങളിൽ ജീവനം കൊണ്ട് രക്ഷപ്പെട്ട് ഇവരെങ്ങനെ മടങ്ങി ഇസ്രായേൽ വരുമെന്ന് ബൈബിളിനകത്ത് വിമാനത്തിൽ കയറി വരുമെന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 60:8-9. ബൈബിളുള്ള ചെറുപ്പക്കാരും ചേച്ചിമാരും എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് പലരോട് സുവിശേഷം പറയാം. യെശയ്യാ പ്രവചനം 60:8-9 വായിച്ചാട്ടെ. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ. കിടക്കുന്ന രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ വിമാനത്തിനകത്തെ യഹൂദൻ. മേഘമെന്ന് ബൈബിൾ പ്രവചനം പറയുന്ന വിമാനം ആരാന്നറിയാമോ? മേഘത്തിനകത്ത് കിളികളെ പോലെ പറന്നു വരുന്ന ഇവറാർ യഹൂദൻ മടങ്ങി വരും. അവരുടെ പ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ്. അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞെ. ദൂരത്ത് നിന്ന് നിന്റെ മക്കളെ, ദൂരത്ത് നിന്ന് ഇസ്രായേൽ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി. യവന്മാര് ലോകരാജ്യങ്ങളിൽ ചിതറി. ഭയങ്കര പലിശ കൊടുപ്പുകാരവന്മാര്. ദൈവാശന്മാർ കേൾക്കണം. യഹൂദൻ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ കോട്ടയാ. പണച്ചാക്കവന്റെ ഇല്ല. സ്വോത്രം. അതുകൊണ്ടല്ലയോ ഇന്നലെ അമേരിക്ക എന്തോ പറഞ്ഞപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് എടുത്ത് പറഞ്ഞ് മര്യാദയ്ക്ക് എന്നില്ല ബാങ്കെല്ലാം കൂടെ ഞങ്ങൾ പൊട്ടിക്കുമെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. നമ്മുടെ കന്നുമാമൂട്ടി നിർമ്മല കൃഷ്ണ പൊട്ടിച്ചോലെ ഞങ്ങൾ പൊട്ടിച്ചു തരുമെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. അതുകൊണ്ട് അമേരിക്കയിലെ മുഴുവൻ പണക്കാർ യഹൂദന്മാർ. ലോകത്തിൽ ആരാ? എലോൺ മസ്ക്. കുരങ്ങൻ്റെ തലയിൽ ചിപ്പ് വെക്കാൻ പോകുന്നത്. അവന് ഏറ്റവും വലിയ ലോകത്തിലെ കോടീശ്വരന് എലോൺ മസ്ക്. പണം അവൻ്റെ കയ്യിലിരിക്കുക. മൈക്രോസോഫ്റ്റിൻ്റെ ബിൽ ഗേറ്റ്സ്. അവൻ്റെ നിക്ഷേപം മുഴുവൻ യഹൂദൻ്റെയോ. അതാ ഞാൻ പറയുന്നത്, മൈക്രോസോഫ്റ്റായിട്ട് കളിച്ചു കഴിഞ്ഞാൽ യഹൂദൻ പി സൂര്യ അവൻ്റെ കാര്യവും പോകുന്നു. സന്തോഷമില്ലല്ലോ സ്വോത്രം. എല്ലാ കാശും അവൻ്റെ ഇല്ല. യവൻ പൊന്നും പണവുമായിട്ട് മടങ്ങി വരും. ബൈബിളിൻ്റെ പ്രവചനം കണ്ടോ? AD 70 അവർ ചിതറി. 135 ലോകരാജ്യങ്ങൾ പോയി. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ വിമാനം പിടിച്ച് സ്വന്തം ദേശത്തേക്ക്. പൊന്നും വെള്ളിയും. വായിച്ചാട്ട് മോനെ അടുത്ത വാക്ക്. നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും, നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തി ഇരിക്കൊണ്ട്. അവൻ നിലവിളിച്ചു. തിയോഡർഗർസന്റെ ബുക്ക്. ഒരിക്കൽ അവൻ നിലവിളിച്ചത് എന്താ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. രണ്ടാമത് ശാപം കിട്ടിയ യഹൂദൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചു. അവനെ മടക്കി കൊണ്ടുവന്ന അടുത്ത വാക്യം വായിച്ചാട്ടെ. ഇസ്രായേലിന്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന്, ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ കൊണ്ടുവരേണ്ടതിന് ദ്വീപവാസികളും തർശീസ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു. കിടക്കുന്ന കപ്പലിനകത്തും വിമാനത്തിനകത്തും തന്റെ ജനത്തെ മടക്കി കൊണ്ടുവന്നു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിന്റെ അവസാനം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർത്തു. ഇനി കേട്ടോണം ചെറുപ്പക്കാരല്ലോ. 48 മെയ് 14 അവൻ മടങ്ങി വന്നത്. അന്ന് അറബി, ഒട്ടകം, മൂങ്ങ, മൂളി, അവിടെ ഒരു പുണ്ണാക്കുമില്ല നാടൻ ഭാഷയെ പറഞ്ഞാൽ. യഹൂദം വന്ന് ബാക്കിയായ എസക്കേൽ തൊടുന്നില്ല. ഇസ്രായേലേ, നിന്റെ കൊമ്പുകളെ നീട്ടിക്കൊള്ളുക, അവർ മടങ്ങി വരുന്നു, കായ്ക്കാൻ ഫലം. യവൻ ആരാ? സാധാരണ പുള്ളിയല്ല. ദാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അവൻ കൃഷി തുടങ്ങി. ഇന്നത്തെ ഇസ്രായേലേരാ? അത്തി തളിർത്തു, കൊമ്പിളതായി. ഇസ്രായേലിന്റെ പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപ്പന്നങ്ങൾ ആരെയില്ല? ഇസ്രായേലിൻ്റെ ഇല്ല. തീർന്നില്ല. അതുകൂടെ കേട്ടോണം. അത് കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ തക്കാളി ആരുടെ കയ്യില? ഒരു തക്കാളി 250 ഗ്രാം. ഇവിടെ നമ്മുടെ 5 തക്കാളി പടിയും കൂടെ ഇട്ടാൽ പോലും 1 കിലോ ആവത്തില്ല. സ്വോത്രം. സുന്ദരമായ തക്കാളി. ലോകത്തിലെ ഏറ്റവും നല്ല ബീൻസ് ഇസ്രായേലിൻ്റെ ഇല്ല.
അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു പശുവിന് ചിന്നമ്മാമ കറന്നാൽ ആകെ 4 ലിറ്റർ, പിന്നെ അറിയാവുന്ന അമ്മാമ്മയെ വെള്ളം ചേർത്ത് 5 ലിറ്റർ ആക്കി. സ്വോത്രം. ഇസ്രയേലിനകത്ത് പശുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകിടിനകത്ത് പാല്, പാറയ്ക്കകത്ത് നിന്ന് പാല് തുറന്നുകൊണ്ടാവും. ആ പാറ ഒരയുമ്പോൾ അകിടിൽ നിന്ന് പാല് വരും. പാലും തേനും എടുക്കുന്ന കനാൻ ദേശം. തൊട്ടടുത്ത് ചെമ്പൂര് വെള്ളമാണ്. അവിടുന്ന് ചെറുപ്പക്കാരിതാ ഇസ്രയേലിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം 2 പിള്ളേർ പറഞ്ഞിട്ട് പറയാം, പക്ഷേ ഇവിടെ ജോലിയൊന്നുമില്ല, അവിടത്തേക്ക് പോവുക. ഞാൻ ചോദിച്ചു എന്തോ കിട്ടും? 50,000 രൂപ. പരിപാടി തോട്ടത്തിൽ വെള്ളം അടിക്കുക, സുഖം. അവന്മാർ പാമ്പോന്ന് ചെമ്പൂരിന്. സ്വോത്രം. ഇസ്രയേലിൽ നല്ല ഭാര്യ, അത്തി തളർത്ത് കൊമ്പിള്ളതായി. കണ്ടുപിടുത്തം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ് സകല മാനവും മഹത്വവും നിന്റെ തലമുറയ്ക്ക് കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ടല്ലോ അവൻ്റെ കണ്ടുപിടുത്താൻ മാമേ, ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ, അതിനകത്ത് 4 ചേട്ടന്മാരുണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, യൂട്യൂബ്. ഇതെല്ലാം ആരാ ഓടിക്കുന്നതെന്നറിയാമോ? 3 കമ്പനികൾ. അതിൻ്റെ പേര് ഇൻറ്റൽ, 1, 2 IBM, 3 മൈക്രോസോഫ്റ്റ്. ഇത് 3 ഇസ്രയേലിലാണ്, എല്ലാത്ത താഴ്വരയിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് പെന്തിക്കോസ് പാസ്റ്റർമാരും പാട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് പഴയ പാട്ടുപുസ്തകവും ബൈബിളും ഒന്നും കളയരുത്. പണ്ടേ അവന് വിവരമില്ല. ഏതെങ്കിലും നാട്ടുകാരനെ അടിക്ക് പോയാൽ അവൻ 3 പീസ് ഊരിയാൽ നമ്മുടെ മൊബൈലിനകത്ത് ഫേസ്ബുക്കും പോവും, യൂട്യൂബും പോവും, വാട്സപ്പും പോവും, ട്വിറ്ററും പോവും. സ്വോത്രം. ഇടയ്ക്ക് കണ്ടില്ലേ ഒരു ദിവസം വാട്സപ്പില്ല, ഞാനും ഉറങ്ങിയില്ലെന്ന്. സ്വോത്രം. ഇതെല്ലാം ഇസ്രയേലിലിരിക്കുക. പണ്ടേ അവന് വിവരമില്ല. കേട്ടോണേ, പെരുങ്കടവിള വന്ന ഇലക്ട്രിസിറ്റിക്കാർ ആ ബോഡിയിൽ നിന്ന് 3 പീസ് പവർ സ്റ്റേഷനിൽ നിന്ന് ഊരിയോ ഊരിയാൽ നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും പോകും. പാട്ടുകാർ എൻ്റെ സൗകര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ജയദാസും ജോസ് പാസ്റ്റും പണ്ട് പാട്ട് ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട്, പഴയ എഴുതിയ ഡയറി അങ്ങ് ആർക്കും കൊടുക്കരുത്. അവസാനം മൊബൈലിനകത്ത് പാട്ട് കാണാതെ വരും, ഡയറി എങ്കിലും എടുത്ത് പാടാം. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ ഒരുക്കി വെച്ചേക്കില്ല അവർ പഴയ ഡയറി. സ്വോത്രം. പാസ്റ്റർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇപ്പം ഞങ്ങൾ ഓൺലൈനിലായാലും സൂമോട് കൂടി പലരും മൊബൈൽ ഈ ബൈബിളൊക്കെ വിറ്റ് കാശ് മേടിച്ചിരിക്കുക. അമ്മാമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചേച്ചിമാരെ വളരെ നേരത്തെ വന്ന് എവിടെങ്കിലും യോഗം കഴിയും പുറത്ത് പാട്ടുപുസ്തകം കാണും, 10 രൂപയ്ക്കാലും മേടിച്ചാണ്. 2 പെൺപിള്ളാരെ കെട്ടിക്കും. നിങ്ങൾ നല്ല അലമാരി വാഷിംഗ് മെഷീനും എല്ലാം കൊടുത്തു വിടും. സ്വോത്രം. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കാറ്റലോഗ് കാണും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാട്ട് പുസ്തകം ഇട്ടേക്കണം. കട്ടകാലത്തിന് പെങ്കൊച്ച് മൊബൈൽ പാട്ടാണ് പോകുന്നത്. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ അപ്പൻ പറയും, മോളെ പാട്ട് പാട്. മൊബൈൽ ഞെക്കിയപ്പോൾ ഡേറ്റയും ഇല്ല, വൈഫൈയും ഇല്ല. സ്വോത്രം. പരിപാടി ആയില്ലയോ? അന്നേരം എടുത്ത് അലമാരി കിടക്കുന്ന പാട്ട് പുസ്തകം എടുത്ത് പാടാം. വന്ദനം യേശു വരാം. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് 2 പാട്ട് പുസ്തകം പെങ്കൊച്ചുങ്ങളുള്ള അമ്മച്ചിമാർ മേടിച്ച് വെച്ചേക്കണം അത്യാവശ്യമായിട്ട്. സ്വോത്രം. പെങ്കൊച്ചനെ കെട്ടിക്കുമ്പോൾ ഒരെണ്ണം കൊടുത്തു വിടണം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതെല്ലാം യഹൂദൻ്റെ കയ്യിലിരിക്കാവും. പി സൂര്യ നമ്മുടെ കാര്യം പോയി. സ്വോത്രം. അതുകൊണ്ടാണ് പറഞ്ഞ് ഇന്ന് രാത്രി അത്തി തളർത്തു കൊമ്പിളതായി. തീർന്നില്ല. അതുകൊണ്ടല്ലയോ ഇസ്രായേലിലെ ഇരിക്കുന്ന ടെക്നോളജി ലോകം തീരാൻ പോകുന്നു. നിങ്ങൾ 2 മിനിറ്റ് അധികം ഇരുന്നാലും കേൾക്കണം. ഇന്ന് ഇന്ത്യക്ക് എല്ലാ ടെക്നോളജിയും കൊടുക്കുന്ന ആരാ? ഇസ്രായേൽ. പറഞ്ഞുതരാം. ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവള് എന്നും തിരുവനന്തപുരത്ത് പെരുമഴയിൽ നിങ്ങളുടെ പേപ്പറിനകത്ത് നിങ്ങൾ വായിക്കുന്നു, ഒരു വിമാനമെങ്കിലും തിരിച്ചു വിടുമെന്നു ഇല്ല. ഞാൻ പഠിപ്പിച്ച പയ്യന റൺവേയുടെ കൺട്രോളർ പ്രമോദ്. സ്വോത്രം. അവൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സാറ് ഇവിടുത്തെ ഇൻസ്ട്രുമെൻറ്റേഷൻ സംവിധാനം മുഴുവൻ ഇസ്രയേലിൻ്റെ ടെക്നോളജിയാണ്. തീർന്നില്ല. അതിനടുത്ത് ചാക്കയിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരണം. അവിടെ വരുന്ന തുമ്പയിലോട്ട് വന്ന് വഴിക്കാം. അടുത്തത് ബ്രഹ്മോസ്. അത് ആരുടെ പ്ലാന്റ്? ഇസ്രയേൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. അവിടെ ഒരു മിസൈൽ ഉണ്ടാക്കുന്നു, ബ്രഹ്മോസ് മിസൈൽ. പിന്മഴയുടെ കാലത്ത് നീ യഹോവയുടെ മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കും, അവൻ മിന്നൽ പിണറിനെ അയക്കും. ഇസ്രായേൽ. 3 അത്തി തളർത്തു കൊമ്പിളതായി. സ്വോത്രം. ആധാറിനകത്ത ഫിംഗർ പ്രിന്റ് ഇന്ത്യക്ക് കൊണ്ട് കൊടുത്തത് ഇസ്രായേൽ. 3-ാമത്തെ കാര്യം. 4 പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ചോദിക്കണം, ഹിന്ദിക്കാർ എവിടെ ഇരിപ്പുണ്ട്? ചേട്ടാ ഇവിടെ ഇരിക്കുന്ന തോക്കേതാ? അവൻ പറയത്തില്ല ഇംഗ്ലീഷുകാരൻ്റേത് അമേരിക്കയാണെന്ന്. ഇസ്രായേൽ കാ ബന്ദൂക്ക്. അതാ പിന്നെ ഏതാണെന്നറിയാമോ? നമ്മുടെ ഇവിടെ പണ്ട് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ മണ്ടയ്ക്ക് അടിച്ചു കൊടുത്ത ഇസ്രായേലിൻ്റെ തോക്കാം. അതിൻ്റെ പേരാ പിന്നെ ടൈവർട്ടാർ 21. വീട്ടിൽ ചെന്ന് അമ്മാമ്മ ബൈബിൾ വായിക്കണം. SI 54:16 തീക്കൊള്ളി പോലെ ഒരു ആയുധം ഞാൻ നിൻ്റെ തരും, അതിനെ ഉണ്ടാക്കുന്ന കൊല്ലനെയും തരുമെന്ന്. സ്വോത്രം. 48 ചാന്ദ്രയായവൻ 75 വയസ്സായതേ ഉള്ളൂ. ലോകം അവൻ്റെ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് ഇന്നാൾ ബാലാക്കോട്ട് ഭീകരാക്രമണം കണ്ടില്ലേ? പാകിസ്ഥാൻ്റെ മണ്ടയ്ക്കൊണ്ട് ഇന്ത്യ മിസൈൽ അടിച്ചു. ആരുടെ മിസൈലാ? ഇസ്രായേലിൻ്റെ മിസൈൽ സ്പാരോ. അത് കണ്ടിട്ട് മോഡി സാറ് പാർലമെൻറ്റ് ഇന്ത്യനെ ഡയറക്റ്റ് അടി കണ്ടുകൊണ്ടെന്ന് കറുത്തമുത്ത് കാണുന്ന പോലെ. സ്വോത്രം. പാകിസ്ഥാനെ ആക്രമിക്കുന്ന മോഡി കണ്ടെന്ന് കണ്ടില്ലേ? അതിൻ്റെ അർത്ഥം ഇസ്രായേലിലെ സാറ്റലൈറ്റ് അയച്ചു കൊടുത്ത് അന്നമാമ ദുബൈയിൽ നിന്ന് വാട്സപ്പിൽ അവറാച്ചാന് മെസ്സേജ് അയക്കുന്നുള്ള. സ്വോത്രം. അതാ ഇങ്ങനെ കയ്യും കെട്ടി മോഡി സാറ് കണ്ടു എന്ന്. സ്വോത്രം. അതുകൊണ്ടല്ലയോ ഈ ഇന്നത്തെ ഗാസയായിട്ട് അടി വന്നപ്പം ആരും മിണ്ടിയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേലിനോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. കരമുയരുന്നില്ലല്ലോ. അത്തി തളർത്തു കൊമ്പിളതായി. സ്വോത്രം. രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോണേ. ഇന്ന് ഇന്ത്യയിലിരിക്കുന്ന ടെക്നോളജിയോടെ പറയാം. ഇന്ത്യയിലിരിക്കുന്ന ടെക്നോളജി എന്താ? നമ്മുടെ രാജ്യത്തിലേക്ക് ദാസയം പാസ് കേട്ടോണം, ശിംഷോൻ പാസ്, ഇന്ത്യയുടെ രാജ്യത്തിലേക്ക് ഒരു വിമാനം വന്നാൽ എതിരെ വിമാനം വേണ്ട. ഇന്ത്യയുടെ അതിർത്തിയിൽ റേഡിയേഷൻ വെച്ചിരിക്കുക.
ഈ വരുന്ന വിമാനത്ത് ആകാശത്തിലോട്ട് 33,000 കിലോമീറ്റർ പുകയ്ക്കാൻ ക്യാൻസറിനെ അടിക്കുന്നതിനേക്കാൾ സുന്ദരമായ റേഡിയേഷൻ എവിടെ വെച്ചിരിക്കുന്നു? ഇന്ത്യയുടെ ബോർഡറിൽ. കൊടുത്തതാര? ഇസ്രായേൽ. അതുകൊണ്ടല്ലയോ ഈ മോഡി സാറും ഈ അമിത്ഷായും രാജ്നാഥ് സിംഗോട് പാകിസ്ഥാനോട് പറഞ്ഞ് മര്യാദയ്ക്കുന്നില്ല, നിനക്ക് ചവിട്ട് കിട്ടും നമ്മുടെ തിരുവനന്തപുരം ഭാഷ. സ്വോത്രം. എന്ത് കണ്ടില്ല? കഴിഞ്ഞ ദിവസം ചൈനയോട് പറഞ്ഞില്ലേ, അരാം കരോബായി മര്യാദയ്ക്ക് ഇന്നോളാം അടി തരുമെന്ന്. സ്വോത്രം. അവിടുന്ന് ഒരെണ്ണം കയറാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ ബോർഡറിൽ നമ്മുടെ ഇവിടെ മലയങ്കാവി ഉത്സവത്തിന് ആകാശത്തിനകത്തേക്ക് അമിട്ട് വിടുന്നത് പോലെ ബോർഡറിനകത്ത് റേഡിയേഷൻ വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരൊറ്റ ഞക്ക് ആകാശത്തിൽ കരിച്ചു കളയത്തക്ക ടെക്നോളജി. യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായോ മക്കളെ? അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലടുത്തു. സ്വോത്രം. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു 1-ാം ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞു. യുണൈറ്റഡ് ലീഗ് ഓഫ് നേഷൻസ് 2-ാം ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞു. ഇന്നത്തെ സംഘടന യുണൈറ്റഡ് നേഷൻസ്. അങ്ങനെയെങ്കിൽ 1939 മുതൽ 45 വരെ 2-ാം ലോകമഹായുദ്ധം. ഇനി പടപട വാക്യങ്ങൾ പോവും, ഇടവേളയിലേക്കും വരും. ഇന്ന് രാത്രി അത് കഴിഞ്ഞ് അടുത്ത യുദ്ധം 48-ൽ അറബ് ലീഗ് ആരെ ആക്രമിച്ചു? ഇസ്രയേലിനെ. 57-ൽ 9 വയസ്സുള്ള കുഞ്ഞിനെ ആക്രമിച്ചു. 61-ൽ അമേരിക്ക വിയറ്റ്നാം. 67-ൽ ഏറ്റവും നിർണായകമായ യുദ്ധം 6 ദിന അറബ് ഇസ്രയേൽ വാർ. 71 ഇന്ത്യ ചൈന യുദ്ധം. അത് കഴിഞ്ഞിട്ട് 73 യോം കിപ്പർ വാർ. 80 മുതൽ 90 വരെ അപ്പച്ചന്മാരെല്ലാം കേട്ടു. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് വയലും വീടും രാമേന്ദ്രൻ സുഷമ്മ ഇറാൻ ഇറാഖിനെ ആക്രമിച്ചു. 10 കൊല്ലം. ബൈബിൾ അതാ കുഞ്ഞു വായിച്ചത്. 90-ൽ വീണ്ടും അടുത്ത യുദ്ധം. സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചു. കഴിഞ്ഞ 20-30 വർഷം 92 മുതൽ ലോകത്ത് യുദ്ധങ്ങളില്ല. 92, 2002, 2012, 2022. എന്നാൽ 30 വർഷത്തിന് ശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു യുദ്ധം തുടങ്ങി. നാളെയും പത്രത്തിൽ വാർത്ത വരും. ആര്? റഷ്യ ഉക്രൈനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതവിടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇസ്രയേൽ ഗാസയെ ആക്രമിക്കുന്നു. അപ്പോൾ ഇസ്രയേൽ ആരെ ആക്രമിക്കുന്നു? പിന്നെ സിറിയ ആക്രമിക്കുന്നു. അടുത്തത് ലബനോൻ. ഇതെല്ലാം ഒരന്തിമ യുദ്ധത്തിലേക്ക് പോകാൻ പോകുന്നു. ഇന്ന് രാത്രി എന്താ? റഷ്യ ഉക്രൈൻ. ഇതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ ഇടവേളയിലേക്ക് ലോകത്തിലെ 2 വൻശക്തികൾ. ഒന്ന് അമേരിക്ക, അതിൻ്റെ പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, 51 രാഷ്ട്രങ്ങൾ. 2 വീണ്ടും അടുത്തത് എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. ഈ ഏറ്റവും നല്ല നിർണായകമാ ലോകത്തിലെ 2 ശക്തികൾ. 1987 കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിങ്ങളുടെ ഉള്ളത്തിൽ എസെക്കിയേലിലേക്ക് വരിക. 1987 പിന്നെ റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. ആ ഭരണാധികാരിയുടെ പേരാണ് മീക്കായൽ ഗർബച്ചോവ്. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശകർ പറഞ്ഞു, സാറേ നമ്മുടെ രാജ്യത്ത് ഭയങ്കര പ്രശ്നമാണ്. പാലില്ല, മുട്ടയില്ല, ജനത്തിന് കൊടുക്കാൻ ജനസംഖ്യ കൂടുന്നു, പാർപ്പിടം മരുന്നും കിട്ടത്തില്ല, റഷ്യയെ വെട്ടിമുറിക്കണം. അതാണ് ഇവിടുത്തെ CPM CPI പറയുന്നത് 4-ാം ലോക സിദ്ധാന്തം. ഉടനെ 1991 റഷ്യയെ 15 കഷണമായി മീക്കായൽ ഗർബച്ചോവ് വെട്ടിമുറിച്ചു. പുറകെ ഞാൻ വായിക്കാം. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബെലാറസ്, അർമീനിയ, ജോർജിയ, ക്രിമിയ, ചെച്ചിനിയ, സൈബീരിയ. 15 ബൈബിളുമായിട്ട് ക്ലിയർ അന്തിമയുദ്ധം. കേട്ടോണം സ്വോത്രം. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനി ഒരു കാര്യം നിങ്ങളിവിടെ കേൾക്കണം. റഷ്യയുടെ പ്രസിഡന്റ് ഒരു നിരീശ്വരവാദിയായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരൻ. അദ്ദേഹം രാവിലെ കൊട്ടാരത്തിനകത്ത് പോകാൻ വരുമ്പോൾ, വണ്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ റൈസ ഗർബച്ചോവ്, അവർ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസിയാണ്. അവർ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന് കരയുക. അപ്പോൾ ഈ പുള്ളിക്കാരൻ അവളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, സഹോദരി നീ എന്തിനാ ഞാൻ ഈ കൊട്ടാരത്തിൽ പോകുമ്പോൾ കരയുന്നത്? അവർ ബൈബിൾ എടുത്തിട്ടൊരു കാര്യം പറഞ്ഞു, താങ്കളെ റഷ്യയുടെ പ്രസിഡന്റ് ആക്കിയത് സ്വർഗത്തിലെ ദൈവമാ, അതോർത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്വോത്രം. അവർ കലകമൊന്നും ഉണ്ടാക്കിയില്ല. എന്താ സംഭവിച്ചതെന്നറിയാമോ? അവർ കലകമൊന്നും ഉണ്ടാക്കിയില്ല. അവർ പ്രാർത്ഥിച്ചു. ലോക ചരിത്രം പഠിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം. മീക്കായൽ ഗർബച്ചോവ് സ്ഥാനമൊഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കരമുയർത്തുന്നവർക്കായി സഹോദരി, ഇന്ന് രാത്രി നിന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാകട്ടെ, ജീവിതം തകർന്ന വ്യക്തിയാകട്ടെ, കലകമല്ല വലുത്,
താഴ്മയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, കരമുയർത്തുന്നവർക്കായി മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ പ്രിയപ്പെട്ടവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ മീഖായേൽ ഗർബച്ചോവിന്റെ ഭാര്യയുടെ പ്രാർത്ഥനയുടെ മുൻപിൽ അദ്ദേഹം ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുപോലെ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് അനേകം പേർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കും.